പ്രത്യേകിച്ച് ഇൻഫെക്ഷന്റെ ഒരു പിക്ചർ നമുക്ക് അവിടെ ലഭിക്കുന്നില്ല. ഇത് ഒരു അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഇത്രയും സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരിക. യൂഷ്വലി അൾസറേഷനും അതുകൂടാതെ ഇൻഫ്ലമേഷനും ആണ് വരിക കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ കേട്ടോ. പോസ്റ്റീരിയർ വ്യൂ നോക്കിക്കേ, ബാധിക്കുക. ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത്, ഈ ഡയഗ്രാം നമുക്ക് ഫോട്ടോഗ്രാഫി മെമ്മറി ഉണ്ടല്ലേ. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് DHA എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നതാണ്. DHA മാത്രമല്ല ഏതൊരു GCC എക്സാമിനും സാധാരണ ചോദിക്കുന്ന ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, 30-year-old woman with left-sided ulcerative colitis is presented to the emergency room with 7 to 8 bloody diarrhea per day associated with low-grade fever, abdominal pain and joint pain at her knees. On examination, she looks ill and in pain. All stool cultures were negative. The physical examination findings are BP 90-70 millimeters of mercury, heart rate 120 beats per minute, respiratory rate 18 breaths per minute, temperature is 37.3 degrees Celsius, oxygen saturation is 95%. The lab results are hemoglobin 9 gram per deciliter, 9 gram per liter, platelet count is 4.56 lakh cells per microliter, WBC is 10,000 cells per microliter, ESR is 122 millimeters of mercury. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കാവേ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് അല്ലെ, പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് എന്താണ്? പേഷ്യന്റ് ഡയഗ്നോസിസ് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണല്ലേ. സോ പേഷ്യന്റ് വന്നിരിക്കുന്നത് എമർജൻസി റൂമിലാണ് കേട്ടോ. എമർജൻസി റൂമിലാണ് പേഷ്യന്റ് വന്നിരിക്കുന്നത്. 7 to എന്താണ് കംപ്ലൈന്റ്? 7 to 8 ബ്ലഡി ഡയറിയ പെർ ഡേ അല്ലെ. ഡെയിലി ഒരു 7 to 8 എപ്പിസോഡ്സ് കേട്ടോ. 7 to 8 എപ്പിസോഡ്സ് ബ്ലഡി ഡയറിയ പേഷ്യന്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ നോക്കിക്കേ, പേഷ്യന്റിന് ലോ ഗ്രേഡ് ഫീവർ അല്ലെ, ലോ ഗ്രേഡ് ഫീവർ ഉണ്ട്. അതുകൂടാതെ അബ്ഡോമിനൽ പെയിൻ പേഷ്യന്റ് ഉണ്ട്, പിന്നെ ജോയിന്റ് പെയിൻ ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളുണ്ട്. പേഷ്യന്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇല്ലാണ്. അതുകൂടാതെ പേഷ്യന്റ് പെയിനും ഉണ്ട്. സ്റ്റൂൾ കൾച്ചേഴ്സ് ഒക്കെ നെഗറ്റീവ് ആണ് കേട്ടോ. സ്റ്റൂൾ കൾച്ചേഴ്സ് ഒക്കെ നെഗറ്റീവ് ആണ്. പ്രത്യേകിച്ച് ഇൻഫെക്ഷന്റെ ഒരു പിക്ചർ നമുക്ക് അവിടെ ലഭിക്കുന്നില്ല. ഈ ഫിസിക്കൽ അസസ്മെന്റ് ഫൈൻഡിങ്സ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മനസ്സിലാവും, BP അല്ലെ, BP 90/70 millimeters mercury. അപ്പം അവിടെ പേഷ്യന്റ് ഹൈപ്പോ ടെൻഷൻ ഉണ്ട് അല്ലെ, ഒന്ന് ബ്ലഡി ഡയറി ആണ്, ഹൈപ്പോ ടെൻഷൻ ഉണ്ട്. അതുകൂടാതെ നോക്കിക്കേ, ഹാർട്ട് റേറ്റ് ഒരു 120 beats per minute. പേഷ്യന്റ് ടക്കികാർഡിയ ഉണ്ട് അല്ലെ. സോ ടക്കികാർഡിയ സാധാരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫ്ലൂയിഡിന്റെ അളവ് അല്ലെ, ഫ്ലൂയിഡ് വോളിയം കുറയുമ്പോഴാണ് BP കുറഞ്ഞു വരുന്നുണ്ട്, ടക്കികാർഡിയ ഹാർട്ട് റേറ്റ് കൂടി വരുന്നുണ്ട് അല്ലെ. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കണേ. ബാക്കിയൊക്കെ ഏകദേശം ഒക്കെ നോർമൽ തന്നെയാണ്. നെക്സ്റ്റ് നോക്കിയാൽ ടെമ്പറേച്ചർ മൈൽഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു നോർമൽ ടെമ്പറേച്ചർ ആണ്. ലാബ് റിസൾട്ട്സ് നോക്കിയാൽ ഹീമോഗ്ലോബിൻ ഒരു 9 gram per deciliter ആണ് അല്ലേ. നോക്കിയേ, അപ്പം ഹീമോഗ്ലോബിൻ 9 എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഹീമോഗ്ലോബിൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പേഷ്യന്റ് ബ്ലഡ് ഡയറി ഉണ്ട്, മേ ബി അതുകൊണ്ട് ആകാം അല്ലെ. ബാക്കിയുള്ള നോക്കിക്കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ഒരു നോർമൽ പിക്ചറാണ് നമുക്ക് ലഭിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? പേഷ്യന്റിന് ഈ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. WBC ഒരു നിയർ നോർമൽ തന്നെയാണ് അല്ലെ, ഒരു അപ്പർ നോർമൽ ലിമിറ്റിൽ തന്നെയാണ് നിൽക്കുക. അതേസമയം ESR നോക്കിക്കുക, ESR 122 ഉണ്ട്. സോ നമ്മളിപ്പോഴും ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നോക്കിക്കേ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ ഒരു പിക്ചർ എന്ന് പറയുക കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാവേ. സോ ആഫ്റ്റർ ഫ്ലൂയിഡ് റീസസിറ്റേഷൻ വാട്ട് ഇസ് എ ബെസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെന്റ് കേട്ടോ. അതായത് നോക്കിയേ, പേഷ്യന്റിന് ഫ്ലൂയിഡ് റീസസിറ്റേഷൻ കൊടുത്തു. അപ്പൊ നമുക്കറിയാം അവിടെ ഏതൊരു പേഷ്യന്റ്, ഇതൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ABC അല്ലെ, ABC നമ്മളൊരു പ്രിഫറൻസ് കൊടുക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുക. ABC എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം പേഷ്യന്റ് BP കുറഞ്ഞിട്ടുണ്ടല്ലേ, 90-70 ആണ് അല്ലെ, BP കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ടക്കിക്കാർഡിയ ഉണ്ട്. അപ്പൊ പേഷ്യന്റിന് ഒരു ഹൈപ്പോവോളീമിയ ഉണ്ട്. സോ ഇനിഷ്യൽ നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ അല്ലെ, എയർവേയും ബ്രീതിങ്ങും ഒക്കെ ഓക്കെയാണ്. അപ്പൊ സർക്കുലേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യൽ സെറ്റപ്പ്. സോ അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് റീസസിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. സോ ആഫ്റ്റർ ഫ്ലൂയിഡ് റീസസിറ്റേഷൻ വാട്ട് ഇസ് എ ബെസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെന്റ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെന്റ് എന്താണ്? നോക്കിക്കേ, ഡയഗ്നോസിസ് എന്തായിരുന്നു? അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെ. അപ്പൊ നോക്കാം. ഓപ്ഷൻ എ ഇസ് അസാത്തിയോപ്രിൻ, ഓപ്ഷൻ ബി ഇസ് സൾഫാസാലിസിൻ, ഓപ്ഷൻ സി ഇസ് ഓറൽ ബുഡിസോനൈഡ്,
ഓപ്ഷൻ ഡി ഇസ് IV മീഥൈൽ പ്രെഡ്നിസലോൺ അല്ലേ. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഇത് ഒരു അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ്. അപ്പൊ നമുക്കറിയാം അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് സംഗതി, നമ്മുടെ കോളണിന്റെ ഇൻഫ്ലമേഷൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡിസീസ് കണ്ടീഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം, എവിടെയാണ് ഡിസീസ് ബാധിക്കുക എന്നുള്ളത് നോക്കാം. നമുക്കപ്പം ജസ്റ്റ് ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് പോകാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പൊ നമുക്ക് നോക്കാവേ, അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ ജസ്റ്റ് നോക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ കോളൺ യൂഷ്വലി ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. സോ അൾസറേഷൻ ഉണ്ടാകും അവിടെ. അതുകൂടാതെ ഇൻഫ്ലമേഷൻ, കോളൈറ്റിസ് എന്ന് പറയുമ്പോൾ കോളന്റെ ഇൻഫ്ലമേഷൻ അല്ലേ. സോ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഇത്രയും സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇത്രയും സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരിക. അത് മൗത്ത് ടു എയ്നസ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിൽ നോക്കിക്കേ, അതില് നമ്മുടെ സാധാരണ നമ്മൾ പറയുക അൾസറേറ്റീവ് കൊളൈറ്റിസ് ഞാൻ പറഞ്ഞു എന്താണ്, ഇൻഫ്ലമേഷനും അൾസറേഷൻ ഓഫ് ദ കോളൺ ആണ് അല്ലേ. അപ്പൊ ഇത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. നോക്കിയേ, ഇതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലേ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇതാ ഇങ്ങനെയാ വരിക. നോക്കിയേ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. സോ ഇവിടെ യൂഷ്വലി അൾസറേഷനും അതുകൂടാതെ ഇൻഫ്ലമേഷനും ആണ് വരിക കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ കേട്ടോ. പോസ്റ്റീരിയർ വ്യൂ നോക്കിക്കേ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ സ്റ്റൊമക്ക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നോക്കിയേ ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുന്നു. അതിനെ കവർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിനെ ചുറ്റിയിട്ടാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇരിക്കുക. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നോക്കിക്കേ, പാൻക്രിയാസ് ഒക്കെ സ്റ്റൊമക്കിന്റെ ബാക്കിലായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനും. ഇന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കിയേ, ലാർജ് ഇൻറ്റസ്റ്റൈൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സ് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൂടാതെ സീക്കം ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അസെൻഡിങ് കോളം, പിന്നെ ട്രാൻസ്വേഴ്സ് കോളം, അതുകൂടാതെ ഡിസെൻഡിങ് കോളം, പിന്നെ നമ്മുടെ റെക്ടോം ഏനസും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ടിഷ്യൂസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് ആ ഡിസീസ് കണ്ടീഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൂടാതെ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും കേട്ടോ സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇത് തമ്മിൽ നമുക്ക് എന്താണ് ഡിഫറൻസ് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവേ. അപ്പം ഇതാണ് ഒരു ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുക. ഇത് ഇൻറ്റസ്റ്റൈനിൽ മ്യൂക്കോസ ആണ്. അതേസമയം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ കുറച്ചുകൂടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള അല്ലെ സർക്കുലർ ആയിട്ടുള്ള സ്മൂത്ത് മസിൽസ് ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. ഇവിടെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ ആണ്. പിന്നെ സർക്കുലർ സ്മൂത്ത് മസിൽസ് വരുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സിറസ് മെമ്പറിൻ വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഡിസീസ് കണ്ടീഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഏകദേശം കോളനൊക്കെ നന്നായിട്ട് കണ്ടു അല്ലേ. ഇനി നമുക്ക് നോക്കാതെ അൾസറേറ്റീവ് കൊളൈറ്റിസ്. അതില് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അൾസറേഷൻ ഉണ്ടാകും അല്ലെ, അതായത് അൾസർ ഫോർമേഷൻ ഉണ്ടാകും, പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ദ കോളനും ഉണ്ടാകും. സോ നമുക്ക് നമ്മുടെ ഈ ഡിസീസ് കണ്ടീഷൻ എന്തായിരുന്നു, നമുക്ക് തന്നിരുന്ന ഡിസീസ് കണ്ടീഷൻ എന്തായിരുന്നു, നമുക്ക് തന്നിരുന്നത് സിവിയർ ഫോമിലുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിരുന്നു. സോ നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതായത് മോർ ദാൻ ഓർ ഈക്വൽ ടു 6 ബ്ലഡി സ്റ്റൂൾസ് പെർ ഡേ, ഡെയിലി 6 അതിലധികമോ ഉള്ള ബ്ലഡി സ്റ്റൂൾസ് പേഷ്യന്റ് പാസ് ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ വിത്ത് സിസ്റ്റമിക് ടോക്സിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ബാക്കിയുള്ള ഓർഗൻസിനെയും ജനറലൈസ്ഡ് പേഷ്യന്റിന് ടോക്സിസിറ്റി അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ സിംറ്റംസും പേഷ്യന്റ് ഉണ്ടാവും. അപ്പൊ നോക്കിയ പേഷ്യന്റ് ടക്കിക്കാർഡിയ ഉണ്ടാവും അല്ലെ. നമ്മുടെ പേഷ്യന്റ് ടക്കിക്കാർഡിയ ഉണ്ട്. അതുകൂടാതെ മൈൽഡ് ഫീവർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നോക്കിയാൽ അനീമിയ അല്ലെ, നമ്മുടെ പേഷ്യന്റ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 9 ആയിരുന്നു അല്ലെ, അനീമിയ ഉണ്ട്. പിന്നെ എലിവേറ്റഡ് ESR അല്ലെങ്കിൽ CRP, അത് എന്തുകൊണ്ടാണ്, സിസ്റ്റമിക് ടോക്സിസിറ്റിയുടെ സിംറ്റംസ് ആണ് നമ്മുടെ പേഷ്യന്റ് ഉള്ളത്. സോ ഇത് എന്താണ്, യൂഷ്വലി ഒരു സിവിയർ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങളാണ് എന്ന് ഓർക്കുക. സോ ഇങ്ങനെ ഒരു പേഷ്യന്റ് നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ മാനേജ്മെന്റ്. സോ സിവിയർ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ് എങ്കിൽ യൂഷ്വലി പേഷ്യന്റിനെ ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുക, അതുകൂടാതെ IV ഫ്ലൂയിഡ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് നോക്കിക്കേ, അതിനുശേഷം നെക്സ്റ്റ് സോർട്ട് ഓഫ് മാനേജ്മെന്റ് എന്താ വരിക, നെക്സ്റ്റ് സോർട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് ഹൈ ഡോസ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കേട്ടോ. ഹൈ ഡോസ് IV കോർട്ടിക്കോസ്റ്റെറോയിഡ്, എസ്പെഷ്യലി IV മീഥൈൽ പ്രെഡ്നിസലോൺ കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ മാനേജ്മെന്റ് ആയിട്ട് വരിക. ആദ്യം പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, പിന്നെ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മൾ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ്, IV സ്റ്റെറോയിഡ്സ് കൊടുക്കുക കേട്ടോ. യൂഷ്വലി IV മീഥൈൽ പ്രെഡ്നിസലോൺ ആണ് 60 mg per day ആണ്. അതല്ല എങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് IV ഹൈഡ്രോകോർട്ടിസോൺ 100 mg Q6H നമുക്ക് കൊടുക്കാം. ഇത് യൂഷ്വലി ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി വി ഹാവ് ടു കണ്ടിന്യൂ ഫോർ 5 to 7 days ആൻഡ് we have to reassess the patient response. നെക്സ്റ്റ് നോക്കിയേ, ഇഫ് there is no response കേട്ടോ, പേഷ്യന്റ് എന്നിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്താണ്, റെസ്ക്യൂ തെറാപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെക്സിമാബ് അല്ലെങ്കിൽ സൈക്ലോസ്പോറിൻ പോലുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇൻഫ്ലെക്സിമാബ് അല്ലെങ്കിൽ സൈക്ലോസ്പോറിൻ പോലുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ടും പേഷ്യന്റ്
പേഷ്യന്റ് നോർമൽ ആയില്ല എങ്കിൽ നമുക്ക് സർജിക്കൽ കോളക്ടമിയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും കേട്ടോ. ഇതാണ് ബേസിക്കലി ഈ അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പിക്ചർ എന്ന് പറയുക. ക്ലിയർ? സോ ഇതാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. അപ്പം ഇത് കൂടാതെ നോക്കിയാൽ എഡിമ ഉണ്ടാകാം, പിന്നെ പേഷ്യന്റ് മ്യൂക്കസ് മെമ്പറൈൻ നമ്മൾ കണ്ടു, നമ്മുടെ കോളന്റെ മ്യൂക്കസ് മെമ്പറൈൻ എഡിമ ഉണ്ടാകാം, പിന്നെ അതുകൂടാതെ ബ്ലീഡിങ്, പിന്നെ ഷാലോ അൾസറേഷൻസ്, അതുകൂടാതെ ബൗൽ വാൾ ഷോർട്ടൻ ആകാം, അത് ബൗൽ വാൾ തിന്നാകാം, പിന്നെ അബ്സസ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാകാം കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് കോളനിലെ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുക യൂഷ്വലി രക്തത്തിൽ നിന്നായിരിക്കും കേട്ടോ. രക്തത്തിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കൂടാതെ പാൻ കോളൈറ്റിസിന് അല്ല എൻറ്റയർ കോളനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതുകൂടാതെ പാർഷ്യൽ ആയിട്ടുള്ള തിക്നെസ് ആയിരിക്കും, അതായത് ഈ ഇൻഫ്ലമേഷൻ വന്നതിന്റെ പേരിൽ പാർഷ്യൽ തിക്നെസ് ആയിരിക്കും പേഷ്യന്റ് കോളനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ ഞാൻ പറഞ്ഞു അൾസറേറ്റീവ് കൊളൈറ്റിസ്. അതുകൂടാതെ സാധാരണ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് ക്രോൺസ് ഡിസീസ്. അപ്പൊ ഇതൊന്നും പഠിക്കാതെ നമ്മളൊരു എക്സാമിന് പോകാറില്ല അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു അൾസറേറ്റീവ് കൊളൈറ്റിസ് നമ്മൾ കണ്ടു അല്ലെ. നെക്സ്റ്റ് നോക്കിയാൽ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൾസറേഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റിനൽ സബ് മ്യൂക്കോസ. ഇൻറ്റസ്റ്റിന്റെ സബ് മ്യൂക്കോസയിൽ ഉണ്ടാകുന്ന അൾസറേഷനാണ് നമ്മൾ ക്രോൺസ് ഡിസീസ് എന്ന് പറയുക. അവിടെ എന്തൊക്കെ ഉണ്ടാവും? പിന്നെ അതുകൂടാതെ കൺജഷൻ ഉണ്ടാവും അല്ലെ. അതായത് ഈ ഇൻറ്റസ്റ്റിനൽ സബ് മ്യൂക്കോസയിൽ കൺജഷൻ ഉണ്ടാകും. പിന്നെ സ്മോൾ ബൗലിൽ തിക്കനിങ് ഓഫ് ദ സെൽസ് ഉണ്ടാകും. പിന്നെ ഫിഷർ ഫോർമേഷൻ ഉണ്ടാകും. അതുകൂടാതെ ഫിസ്റ്റുലാസ്, പിന്നെ ആബ്സസ് ഫോർമേഷൻ ഒക്കെ പേഷ്യന്റ് ഉണ്ടാകുന്നുണ്ട് ക്രോൺസ് ഡിസീസിൽ കേട്ടോ. അപ്പം നോക്കിയാൽ ഇതിന്റെ ഒരു ഡിഫറൻസിയേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാവേ. അപ്പം നമ്മുടെ ഈ കേസിൽ എന്തായിരുന്നു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെന്റ് എന്തായിരുന്നു? ആഫ്റ്റർ ഫ്ലൂയിഡ് റിസസിറ്റേഷൻ നമ്മൾ എന്തായിരുന്നു മാനേജ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഗിവ് IV മീഥൈൽ പ്രെഡ്നിസലോൺ അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി, മീഥൈൽ പ്രെഡ്നിസലോൺ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി നോക്കിയേ, ഈ അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും നമുക്ക് എങ്ങനെ അത് ഡിവൈഡ് ചെയ്താലേ അങ്ങനെ അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് കൊളൈറ്റിസ് അല്ലെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ കോളൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോളൻ മാത്രമേ ഇൻവോൾവ് ആകുന്നുള്ളൂ. അതുകൂടാതെ ക്രോൺസ് ഡിസീസ് എന്ന് വെച്ചാൽ പാൻ ഇൻറ്റസ്റ്റൈനിലാണ്. അതായത് ഇൻറ്റസ്റ്റൈൻ്റെ ഏത് ഭാഗത്തിന് വേണമെങ്കിലും ക്രോൺസ് ഡിസീസ് ബാധിക്കാം. കൂടാതെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻഫ്ലമേഷൻ എക്സ്റ്റെൻഡിങ് പ്രോക്സിമലി ഫ്രം ദ റെക്ടം. അതായത് നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടു അല്ലേ, അതായത് ഒരു ഏരിയയിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തത്തിൽ അങ്ങോട്ട് ബാധിക്കുകയാണ് ചെയ്യുക. വേറെ ക്രോൺസ് ഡിസീസിൽ സ്കിപ്പ് ലീഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇമേജിൽ കണ്ടു അല്ലേ, അതായത് ഒരിടത്ത് ഉണ്ടാകും, പിന്നെ കുറച്ച് ഉണ്ടാവില്ല, കുറച്ചെടുത്ത് ഇൻഫ്ലമേഷനും ഊണ്ടും അല്ലെങ്കിൽ മ്യൂക്കോസൽ ഇഞ്ചറിയും ഒന്നും ഉണ്ടാകില്ല ക്രോൺസ് ഡിസീസിൽ. അതിനാണ് നമ്മൾ സ്കിപ്പ് ലീഷൻസ് എന്ന് പറയുക. നോക്കിയേ, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയാണ് ബാധിക്കാതെ മൊത്തത്തിലായിരിക്കും, ടോട്ടലായിട്ടായിരിക്കും അത് ബാധിക്കുക. ഈ ഡയഗ്രാം ഒന്ന് ഓർത്ത്, ഈ ഡയഗ്രാം നമുക്ക് ഫോട്ടോഗ്രാഫി മെമ്മറി ഉണ്ടല്ലേ, അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സമയം ഓർത്തിരിക്കും അല്ലെ. നിങ്ങൾക്ക് അറിയത്തില്ലേ, അതായത് എസ്പെഷ്യലി നമുക്ക് ആൾക്കാരെ നമ്മൾ കണ്ടു അല്ലെ, അതേസമയം അവരുടെ പേര് നമ്മൾ ചോദിച്ചെന്ന് വെച്ചോളൂ. പക്ഷെ ഈ ആൾക്കാരെ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അവരുടെ പേര് നമ്മൾ ഓർക്കണം എന്നില്ല, പക്ഷെ നമ്മൾ ആളിന്റെ മുഖം ഓർക്കും അല്ലേ. എന്താണ് അത്? ഫോട്ടോഗ്രാഫി മെമ്മറിയാണ്. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നേരം റിട്ടൈൻ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പേര് ഓർക്കുന്നില്ല എന്ന് പറയാറുണ്ടല്ലേ. സംഭവം ഇതാണ്, ഫോട്ടോഗ്രാഫി മെമ്മറിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയഗ്രവും ഈ അനിമേഷനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, സോ ദാറ്റ് നമ്മളത് മറക്കുന്നില്ല കേട്ടോ. നോക്കിയേ, അൾസറേറ്റീവ് കൊളൈറ്റിസിൽ അൾസറേഷനും ഇൻഫ്ലമേഷനും ഉണ്ടാകുന്നുണ്ട്. ക്രോൺസ് ഡിസീസ് നോക്കിയേ, ഇവിടെ സ്കിപ്പ് ലീഷൻസ് ആണ്. പല ഏരിയാസിലാണ് ഇത് ഇൻഫ്ലമേഷൻസും കൂടാതെ മ്യൂക്കോസൽ ഇഞ്ചുറി ഒക്കെ കാണപ്പെടുക. എവിടെയാണ്? ക്രോൺസ് ഡിസീസിൽ കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, സ്കിപ്പ് ലീഷൻസ് മനസ്സിലായല്ലോ. അതുകൂടാതെ അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഇൻഫ്ലമേഷൻ ഇത് മ്യൂക്കോസ ആൻഡ് സബ് മ്യൂക്കോസ ഉള്ളി കേട്ടോ. അതായത് മ്യൂക്കോസയിലും സബ് മ്യൂക്കോസയിലും ആയിരിക്കും യൂഷ്വലി അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഇൻഫ്ലമേഷൻ വരിക. ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മ്യൂറൽ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ എല്ലാ ലെയേഴ്സിനും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഗ്രാനുലോമ ഫോർമേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അതേസമയം ക്രോൺസ് ഡിസീസിലാണെങ്കിൽ നോൺ കേസിയേറ്റിംഗ് ഗ്രാനുലോമാസ് കേട്ടോ, നോൺ കേസിയേറ്റിംഗ് ഗ്രാനുലോമാസ് ഫോം ചെയ്യുന്നുണ്ട്. അതേസമയം അൾസറേറ്റീവ് കൊളൈറ്റിസിലാണെങ്കിൽ ബ്ലീഡിങ് അൺകോമൺ ആണ്, ഫിസ്റ്റുലാസ് റെയർ ആണ്. അതേസമയം ക്രോൺസ് ഡിസീസിനും നോക്കിയേ ബ്ലീഡിങ് അൺകോമൺ ആണ്, പക്ഷെ ഫിസ്റ്റുല കോമൺ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതാണ് ബേസിക്കലി നമ്മുടെ അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഡിഫറൻസ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് നന്നായിട്ട് പഠിക്കുക. സാധാരണ ഞാൻ പറഞ്ഞല്ലോ DHAക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഈ സെയിം ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ ഇത് പഠിക്കാതെ നിങ്ങളുടെ എക്സാമിന് GCSE എക്സാമിന് പോകരുത് കേട്ടോ. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഒന്ന് ഓർപ്പിച്ചോട്ടെ, നമ്മുടെ എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയിൽ നമ്മുടെ GCSE എക്സാമിന്റെ ഒക്കെ
കോച്ചിങ് അവൈലബിൾ ആണ്. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻ എടുക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോകണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.